ഹലോ. ഹലോ ഹലോ. ആ ആ എന്താ ഞാൻ വിളിക്കൊന്നുമില്ലാന്ന്? ഇന്ന് വിളിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ നല്ല കാര്യ? എനിക്ക് നല്ല കാര്യമാണ്. എന്നാ പറ, എനിക്ക് നല്ല കാര്യമാണെങ്കിൽ. അതെ, ഇന്ന് രാത്രി എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമോ? ഇന്ന് രാത്രിയാ? രാത്രി വരാ, കുഴപ്പമില്ല, ഞാൻ റെഡിയല്ലേ. അതൊന്നല്ല ഞാൻ ചോദിക്കുന്നത്, അതെങ്ങനെ വരുമോ? ആരെ ഇല്ലേ? എന്റെ ഹസ്ബൻഡ് ഇല്ലേ? ഇല്ല, അതുകൊണ്ടല്ലേ ഇനി ഇത്ര ധൈര്യത്തിൽ ഞാൻ വിളിച്ചത്. ഞാൻ വിചാരിച്ചു രണ്ടാള് വരും, രണ്ടാളും കൂടി നോക്കാനാണോ ഒരുമിച്ചത്? അതൊന്നുമല്ല. ഇന്ന് ബാംഗ്ലൂരിൽ പോകുന്നുണ്ട്. അപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ട് വരും. 2 ദിവസം കഴിഞ്ഞിട്ട് വരും. അപ്പൊ ഞാൻ കുറെ ദിവസമൊക്കെ വീട്ടിലായിരിക്കും. 2 ദിവസം കിട്ടിയാ പോരെ എനിക്ക്? എനിക്ക് 2 ദിവസമല്ല മോളെ, എനിക്ക് നിന്നെ 1 ദിവസം കിട്ടിയാൽ മതി. ഞാൻ ഒരാഴ്ചയൊക്കെ വേണ്ടത് ഉണ്ടാക്കി. അത്ര ആക്രാന്തൊന്നും വേണ്ട കേട്ടാ. എന്നാലും ഇച്ചിരി ആക്രാന്തം കൂടും. അല്ല, 3-4 ദിവസമല്ലേ? അന്നേരത്തെ ഞാൻ പറഞ്ഞിട്ടില്ല. എന്തേനു അന്ന് നീ ആക്രാന്തം കാണിച്ചിട്ട് എനിക്ക് പിറ്റേന്ന് മറ്റേ എണീറ്റ് നിക്കാൻ വരെ പറ്റാതെ പോലെ. എന്നിട്ട് നല്ല സൂത്തിലാണല്ലോ വണ്ടി ഇറങ്ങിപ്പോയിന്. അതുകൊണ്ടാണ് ആ ചെക്കനും മനസ്സിലായത്. അതേ, ഈ നിന്നിട്ട് കളിക്കുമ്പോ ഉള്ള പ്രശ്നം അതാണ്. നമുക്ക് നല്ല വൃത്തിക്ക് ഇരുന്നിട്ടും കിടന്നിട്ടെല്ലാം കളിക്കാം. അങ്ങനെ അപ്പോഴല്ലേ ഫോണ് കിട്ടും. അപ്പൊ ഇന്ന് നമുക്ക് അതൊക്കെ തീർത്തോലെ. അല്ല, രാത്രി എത്ര മണിക്കാ വരട്ടെ? അമ്പ നീ ആക്രാന്തം കാണിച്ച് നേരത്തെ ഒന്നും വരാൻ നിൽക്കണ്ടാ. ഇല്ല, പറ എത്ര മണിക്ക് വരണം? ഒരു 12 മണിയാകുമ്പോ വന്നാ മതി. 12 മണിയാകുമ്പോ? പിന്നെ ഞാൻ ഈ ഗ്രിൽസ് തുറന്നു വെക്കും. നീ വിളിക്കൊന്നും വേണ്ട. നീ പിന്നെ ഒന്നിക്കല് എന്നെ മെസ്സേജ് അയച്ചാ മതി. അല്ല, നീ കറക്റ്റ് എന്തെങ്കിലും ഒരു കാര്യം പറ. എനിക്ക് ഗ്രിൽസ് തുറന്നു നോക്കുമെങ്കിൽ ഞാൻ പതുക്കെ അകത്ത് കയറാം, കുഴപ്പമില്ല. അങ്ങനെ വന്നാ മതി. ഞാൻ ഗ്രിൽസാടെ തുറന്നു നോക്കും, നീ അതിലേ അങ്ങ് വന്നാ മതി. എന്തായാലും നീ അവിടെ ഉണ്ടാവണേ, അല്ലാതെ ഞാൻ വഴി അകത്ത് കയറുമ്പോ ചിലപ്പോ എങ്ങോട്ടും തെറ്റിപ്പോയാലോ? തെറ്റിപ്പോകുന്നില്ല, തെറ്റിയാ ഉമ്മാന്റെ അടുക്ക് എത്തും. എന്റെ അമ്മച്ചി, അതോടെ തീരു. അപ്പൊ തെറ്റാണ്ടിരിക്കാതെ ഞാൻ അവിടെ വന്ന് നിൽക്കാം. നീ അവിടെ വന്ന് നിൽക്ക്. പിന്നെ അപ്പൊ എന്തായാലും ആശ്വാസമായി. സ്വസ്ഥതയിലൊരു കളി കളിച്ചാലോ? എത്രയായിന്നറിയാം നിന്റെ വീട്ടിൽ വന്നിട്ട് കളി കളിച്ചിട്ട്. വീട്ടിൽ തന്നെ വന്നിട്ട് കളിക്കണം നിർബന്ധം എനിക്ക്. എന്നാലല്ലേ ഒരു ഇതുണ്ടാവുള്ളൂ. എന്താ നമുക്ക് പേടിയില്ലാണ്ട് സ്വസ്ഥതയിൽ ചെയ്യാൻ പറ്റിയത് നിന്റെ വീടാ. ഇതൊക്കെ അതും പകലല്ല, രാത്രി. അപ്പൊ പകലാകുമ്പോ പേടി. പകല് വേണ്ട, കണ്ണിങ്ങനെ നോക്കി നിൽക്കും നിന്നെ. അതാണ്. അപ്പൊ ഇന്ന് രാത്രി വന്നാല് നമുക്ക് അങ്ങോട്ട് മുമ്പൊക്കെ ഉള്ളതുപോലെ ഒന്നുമില്ലാണ്ട് ഇനി പിന്നെ അത് ഇതിട്ടൊന്നും ഒന്നും ഇടണ്ട കേട്ടോ. അത് പിന്നെ നീ പ്രത്യേകിച്ചിട്ട് പറയണ്ടല്ലോ. ഇങ്ങനെ ഇത് കാത്തു നിൽക്കുമ്പോഴേ ഒന്നും വേണ്ട. എന്നാ പിന്നെ അവിടെ അങ്ങോട്ട് തുടങ്ങാലോ. അല്ല, നീ വരുമ്പോ പിന്നെ പതുക്കെ നടന്നു വന്നാ മതി കേട്ടോ. ഞാൻ അങ്ങനെ വരുന്നു, അല്ലാണ്ട് പിന്നെ വണ്ടി എടുത്ത് തരാൻ പറ്റുമോ രാത്രി 12 മണിക്ക്? ഇങ്ങോട്ട് ഞാൻ മെല്ലെ നടന്ന് വന്നോളാം. പിന്നെ എന്താ പറയാ, അന്നത്തെ സ്പ്രേ ഉണ്ടെങ്കിൽ അത് അടിച്ചു വെച്ചോ കേട്ടോ. ആ സ്പ്രേ ലേശം എടുത്ത് അടിച്ചു വെച്ചോ. അങ്ങോട്ട് ഞാൻ ചോദിക്കാൻ പോയി. എന്ത് സ്പ്രേ പൂശണോന്ന് ചോദിക്കാൻ വേണ്ടി പോയിന്ന്. അതിന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അതാകുമ്പോന്ന് വെച്ചാല് എന്നാ പറയണ്ടേ, കുറച്ചും കൂടി എനർജി കിട്ടുമല്ലേ. കഴിക്കാൻ നല്ല ഒരു സംഭവല്ലേ അത്. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പം നീ ഒരു ഉച്ച കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതിയാണ്. എന്താ ഇപ്പം വൈകുന്നേരം ആക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഇരുന്ന് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടേ? ഇഷ്ടം കൂടുതൽ എന്നെ അടി.
എന്റെ ഒരു ഇതിന് ഇനി ആശ്വസിപ്പിക്കാന്ന് വിചാരിച്ച് വിളിച്ചതാ. ആ ശ്വസിച്ച് നന്നായി, കുഴപ്പമില്ല. അതുകൊണ്ട് ഉം. എനിക്ക് രാത്രിയായിരിക്കുന്ന അതുകൊണ്ടല്ലേ പറഞ്ഞത് ഒരു ഹരാമല്ലോ. അല്ലേ ഏ നിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഇല്ല, നിൽക്കാനും പറ്റില്ല, ഇരിക്കാനും പറ്റില്ല. ഓർമ്മിക്കുമ്പോ ഉം. പിന്നെ ആ ഇന്ന് നമുക്കൊരു ചില മോഡലുകളൊക്കെ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ? ഇനിയും അപ്പൊ നീ പറയാ എനക്ക് നടു പ്രശ്നം, ഇത് എന്റെ കാല് പ്രശ്നം, കൈ പ്രശ്നം എല്ലാം പറയാം. കഴിക്കുമ്പോ കാല് മോഡലൊന്ന് കൈയൊന്നും പരീക്ഷിച്ച് നോക്കാം. ഈ മോഡല് എപ്പം തീരുവ ഇനി? മോഡൽ എപ്പം ഇതൊക്കെ തീരുവോ? ഇതൊന്നും അങ്ങനെ തീരുന്ന മോഡൽ ഒരുപാട് മോഡലുണ്ട് ഇതിന്റെ അത്ര എനിക്ക് അതെയോ? ഒന്നും രണ്ടും മോഡലൊന്നുമില്ല, ഒരുപാട് മോഡലുണ്ട്. മോഡലൊന്നും മോശമില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഇന്നെന്ന് വെച്ചാല് ഒരു നൂല് പോലും വേണ്ട. പിന്നെ പറ്റുമെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. നമുക്ക് കൈയും കാലിനൊന്നും ഇത് ഉൾക്കില്ലാണ്ടൊക്കെ കാര്യങ്ങൾ നോക്കാം. എന്താ അങ്ങനെയൊന്നും ഇവിടെ കുറവൊന്നുമില്ല, എല്ലാം ഉണ്ട്. എന്നാ കുറച്ചെടുത്തിട്ട് അവിടെ വെച്ച് പിന്നെ തപ്പിയെടുക്കാനാക്കണ്ട രാത്രി. ഞാൻ മുൻകൂട്ടി പറയുന്നത് വന്നിട്ടാകുമ്പോൾ പറയാനുള്ള സമയം കിട്ടൂല, അതുകൊണ്ടാ. അത് നന്നായി, നേരത്തെ പറഞ്ഞാല്. പിന്നെ വന്നിട്ടാ മതി. അതിന് നേരത്തെ പറയാൻ ഇനിയിപ്പോ എടുക്കാൻ പറ്റില്ല. ഉമ്മയെ അറിയും, പിന്നെ ഉമ്മാന്റെ ഉപ്പാപ്പയെ അറിയുന്നെല്ലാം പറയില്ലേ. അതുകൊണ്ട് അല്ല അതിവിടെ സംശയം ഉമ്മ അറിയുന്നുണ്ട്. ഇനി ഉമ്മ ഓളങ്ങ് പോയിക്കട്ടെ വെച്ചിട്ട് കണ്ണടച്ച് ഞാൻ. ഉമ്മാക്ക് നിന്നെ കിട്ടാനാ? ഉമ്മാക്ക് നിന്നെ കിട്ടാനാണോന്ന്? അല്ല, ഉമ്മക്ക് മോളിങ്ങനെ പോയിക്കട്ടെ, മറ്റൊരു മുളങ്ങനല്ല വിചാരിച്ചിട്ട് ഉമ്മ ഇങ്ങനെ സന്തോഷിക്കുന്നതായിരിക്കും. ഉമ്മ അങ്ങനെയൊന്നും ചെയ്യില്ല. ഉമ്മ എങ്ങനെ ചെയ്യില്ലാന്ന്? ഉമ്മ അങ്ങനെയൊന്നും വിചാരിക്കൂലെന്ന്. കണ്ടു പ്രശ്നം? കണ്ടു കഴിഞ്ഞ പ്രശ്നമാണ് കേട്ടോ. അല്ലേ പിന്നെ നീക്കുന്ന പേടിക്കണ്ടേ? കണ്ടു കഴിഞ്ഞാ അതോടെ തീർന്നു. ഇതെന്നെ കാണണ്ട, ഞാൻ വെറുതെ പറഞ്ഞേ. കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതോടെ തീർന്നു, എനിക്കറിയാം കേട്ടോ. അതിന് ഏത് വഴിക്കാന്ന് പ്രശ്നം നന്നായിട്ട് വഹിക്കാനത് എനിക്ക്. നമുക്കിങ്ങനെ തട്ടിയും മുട്ടി അങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് പോവാം. നീ പാതി കുറച്ചും കൂടി തടിച്ചിട്ടുണ്ട്. അത് അന്ന് അതൊക്കെ താങ്ങാതെ പോലെ തോന്നല്. അതല്ലേ നല്ലത്. നല്ലതാ, ഇച്ചിരി തടിയൊക്കെ ഉണ്ടാകുന്ന നല്ലതാ. കളിക്കുമ്പോ നല്ല ഒരു മെജി ഉണ്ടാവും. എന്താ അപ്പൊ പറ എന്നിട്ട് പിന്നെ വേറെ എന്നാ ഇനി നേരിട്ട് കണ്ടാ പോരെ? നേരിട്ട് കണ്ടാ പറഞ്ഞ് നേരിട്ട് കാണാതല്ലേ നമ്മള്. അപ്പൊ ഇനിയും വന്നു കഴിഞ്ഞാല് വേറെ ഒന്നും പേടിക്കണ്ടല്ലേ? വേറെ ഒന്നും പേടിക്കാനൊന്നുമില്ല. പോയായി രാത്രി വന്നിട്ട് അടുത്ത വീട്ടിലെ പട്ടി കിടക്കുന്നുണ്ടാവൂലേ? അത് സൂക്ഷിച്ചോട്ടെ. അതാണ് അടുത്ത. എന്നാ ഞാൻ അത് നോക്കിക്കൊണ്ട് വരാം.